ഹലോ സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നേൺസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലെ കോൺസെൻട്രേഷനെയും ടെമ്പറേച്ചറേയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഇക്വേഷൻ നേൺസ്റ്റിക്കേഷൻ. അതിൻ്റെ ഡെറിവേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ്. ആ ഇക്വേഷൻ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഒരു സെല്ലിൻ്റെ കേസിനകത്ത് അപ്ലൈ ചെയ്ത് രണ്ട് ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടു. ഇനി അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസുകൾ ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഈ ഓൺലൈൻ ക്ലാസ്സിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നില്ല, പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇനി അതിനകത്ത് ഒന്ന് രണ്ട് ടേംസും കൂടെ ഉണ്ട്. ഒന്ന് റെഫറൻസ് ഇലക്ട്രോഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഒരു സെല്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെല്ലിനകത്ത് എന്തുണ്ട്? രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. രണ്ട് ഹാഫ് സെല്ലുകൾ നമ്മൾ ആദ്യം ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ ഡാനിയൽ സെല്ലൊക്കെ കണ്ടപ്പോഴേക്ക് സിങ്ക് സൾഫേറ്റിനകത്ത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അതൊരു ഹാഫ് സെല്ലാണ്. കോപ്പർ സൾഫേറ്റിനകത്ത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അത് വേറൊരു ഹാഫ് സെല്ലാണ്. ഈ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് അതൊരു ഗാൽവനിക് സെല്ലായിട്ട് മാറിയത്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രോഡിൻ്റെ ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ വാല്യൂ നമുക്ക് എക്സാക്റ്റ് അറിയില്ല. അപ്പം അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡ് വേണമെന്ന് പറഞ്ഞു. ആ സ്റ്റാൻഡേർഡിനായിട്ട് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SHE കുറിച്ച് പറഞ്ഞിരുന്നു, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ നമ്മളവിടെ അതിൻ്റെ ആ കേസിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. അവിടെ എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ കേസിനകത്ത്? ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പ്ലാറ്റിനം വയറ് പ്ലാറ്റിനൈസ്ഡ് ഫോയിൽ കണക്ട് ചെയ്യുന്ന, അതൊരു ആസിഡിനകത്ത് H+ എന്നൊരു ആസിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന, അതിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കും. അതിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ നമ്മളെ കോൺടാക്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ നമ്മൾ 0 ആയിട്ട് സ്റ്റാൻഡേർഡ് കണ്ടീഷനിനകത്ത്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ 1 മോളാറും 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ദെൻ അതിൻ്റെ ഗ്യാസ് ഉണ്ട്, ഗ്ലാസിൻ്റെ പ്രഷർ 1 ബാറും അവിടുത്തെ ടെമ്പറേച്ചർ 298 എന്നുള്ള കണ്ടീഷൻ എടുക്കുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിട്ട്. ഇത് ഒരെണ്ണത്തിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രോഡിൻ്റെ കണ്ടുപിടിക്കുന്നത്. ആ ഇലക്ട്രോഡുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെല്ലിൻ്റെ EMF കിട്ടും. അപ്പോൾ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ SHE അല്ലെങ്കിൽ NHE നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ SHEയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി എപ്പോഴും ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ ചില ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച ഇലക്ട്രോഡിനാണ് അഗൈൻ ഓൾസോ കോൾഡ് റെഫറൻസ് ഇലക്ട്രോൺ ആണ്. കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോൺ. ഈ ഹൈഡ്രജൻ ഇലക്ട്രോൺ നമ്മളെ റെഫറൻസ് ഇലക്ട്രോൺ ആണ്, പക്ഷെ അത് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നു. ആ പ്രൈമറി ഇലക്ട്രോഡ് വെച്ച് നമ്മൾ വേറെ ഒരെണ്ണത്തിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഓർ സബ്സിഡറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ സിൽവർ ക്ലോറൈഡിനകത്ത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ E0 വാല്യൂ 0.224 വോൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ഇലക്ട്രോഡാണ്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ് കലോമൽ ഇലക്ട്രോഡ് എന്നുള്ളത്. അപ്പോൾ കലോമൽ എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. അപ്പോൾ മെർക്കുറി റിലേറ്റഡ് ആയിട്ടൊരു ഇലക്ട്രോഡാണ്. മെറ്റൽ ഇൻസൊല്യൂബിൾ മെറ്റൽ സോൾട്ട് ഇലക്ട്രോഡ്. മെറ്റൽ ലയിക്കാത്ത ഇൻസൊല്യൂബിൾ ലയിക്കാത്ത ഒരു മെറ്റൽ ഇലക്ട്രോഡ്. അപ്പോൾ മെർക്കുറി എന്ത് ചെയ്യുന്നു? മെർക്കുറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സോളിഡ്, അതാണ് ഇൻസൊല്യൂബിൾ എന്ന് പറയുന്നത്. ഇലക്ട്രോഡ് എടുക്കുന്നു, ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് KCl എടുക്കുന്നു. അപ്പോൾ ഈ മെർക്കുറസ് ക്ലോറൈഡിനെ നമ്മൾ കലോമൽ എന്ന് വിളിക്കുന്നത്. സോ മെർക്കുറി ഇൻ കോണ്ടാക്ട് വിത്ത് സോളിഡ് മെർക്കുറസ് ക്ലോറൈഡ്, സോളിഡ് ആയതുകൊണ്ടാണ് നമ്മൾ മെറ്റൽ ഇൻസോല്യൂബിൾ എന്നുള്ള ടൈം പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കലോമൽ ഇൻ അക്വസ് KCl ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരു വാല്യൂ ഉണ്ടെന്നാണ്. ആ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളിവിടെ എടുക്കുന്ന KClൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോമൺ ആയിട്ട് 3 കോൺസെൻട്രേഷനാണ് യൂസ് ചെയ്യുന്നത്. 0.1 നോർമൽ, 1 നോർമൽ, മറ്റേത് സാച്ചുറേറ്റഡ്. അപ്പോൾ 0.1 നോർമലിന് ഡെസി നോർമൽ കലോമൽ ഇലക്ട്രോഡ് എന്നും 1 നോർമലിന് നോർമൽ ഇലക്ട്രോഡ് എന്നും സാച്ചുറേറ്റഡ് ഇലക്ട്രോഡ് എന്നും
കലോമിൽ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ KCl കോൺസെൻട്രേഷൻ 0.1 ദെൻ സാച്ചുറേറ്റഡ്. അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ആ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അതിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ നോർമലി സാധാരണ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുന്നത്. അപ്പം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ എങ്ങനെ, മെർക്കുറസ് ക്ലോറൈഡിനകത്തുള്ള മെർക്കുറി ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് മെർക്കുറി ആയിട്ട് മാറുന്നത്. മെർക്കുറസ് ക്ലോറൈഡിനകത്ത് Hg+ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Hg ആയിട്ട് കൺവേർട്ട് നടക്കുന്നതാണ്. അപ്പം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് Hg(Hg2Cl/KCl). അപ്പോൾ ഇത് നമ്മുടെ KCl ആണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്, ഇത് ഇലക്ട്രോഡാണ് നടക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു ട്യൂബ് എടുക്കുന്നു. അതിൻ്റെ അടിയിൽ കുറേ മെർക്കുറി ഉണ്ട്. അതിൻ്റെ മേളിൽ മെർക്കുറസ് ക്ലോറൈഡ് മെർക്കുറിയിൽ പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ അതിനൊരു പ്ലാറ്റിനം വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലാറ്റിനം വയറിൻ്റെ മേളിൽ നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷൻ ഇതുവഴി ഈ S1 വഴി ഒഴിക്കുന്നു. അതിങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ റെസിസ്റ്റ്യൂവിൽ വന്ന് നിൽക്കുന്നു. ഈ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇലക്ട്രോഡായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ കലോമിൽ ഇലക്ട്രോൺ റെപ്രസെൻറ്റേഷൻ ബോട്ടം ഗ്ലാസിൻ്റെ മെർക്കുറസ് ക്ലോറൈഡ് കവർ ചെയ്യുന്നു. ദെൻ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു, ഫില്ല് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. പ്ലാറ്റിനം വയർ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി. അപ്പോൾ ഈ കലോമിൽ ഇലക്ട്രോഡൊക്കെ നോർമലി ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ കലോമിൽ ഇലക്ട്രോഡ്. പിന്നെ സ്ഥിരമായിട്ട് പലപ്പോഴും പക്ഷെ ചോദിക്കണമെന്നല്ല, ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അപ്പോൾ ഫ്യൂവൽസ് സാധാരണ എന്താ ചെയ്യുന്നത്, ബേൺ ചെയ്തിട്ട് എനർജി തരുന്നു. നമ്മൾ പെട്രോള് അങ്ങനെയുള്ള പല ഫ്യൂവൽസും സാധാരണ കത്തിയിട്ട് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺസ് കത്തി ചെയ്ത് ഓക്സിജനെ കത്തിയിട്ട് നമുക്ക് എനർജി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെയും ഫ്യൂവൽ അപ്പം കത്തുന്ന പറഞ്ഞാൽ എന്താ, കമ്പൈൻ വിത്ത് ഓക്സിജൻ, കമ്പഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഇവിടെയും ഫ്യൂവൽ ഓക്സിഡേറ്റ് ചെയ്തിട്ട് എന്തായിട്ടെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. മറ്റേടത്ത് നമ്മളിപ്പോൾ ഒരു കൽക്കരി അല്ലെങ്കിൽ ഒരു പെട്രോളൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് അവിടെ ഹീറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഹീറ്റ് കൺവേർഷൻ ഇല്ല, നമുക്ക് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു എക്സാമ്പിൾ ഓഫ് ഗാൽവനിക് സെല്ലാണ്. അപ്പോൾ കൺവെൻഷണൽ ഗാൽവനിക് സെല്ല് ഇതും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ കൺവെൻഷണൽ ഗാൽവനിക് സെല്ലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കെമിക്കൽസ് ഫ്യൂവൽസ് അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഫ്യൂവൽസ് ഇൻ ദാറ്റ് ഇസ് കൺവെൻഷണൽ ഗാൽവനിക് സെൽ ആൻഡ് ഫ്യൂവൽ സെൽ ഇസ് ദാറ്റ് ഇൻ ഫ്യൂവൽ സെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്യൂവൽ അവിടെ സ്റ്റോർ ചെയ്യില്ല, പകരം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്യൂവൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ തമ്മിലുള്ള മെയിൻ വ്യത്യാസം. രണ്ടും ഗാൽവനിക് സെല്ല് തന്നെയാണ്. ഈ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ല് തന്നെയാണ്. ഇപ്പോൾ ബാറ്ററി നമ്മൾ എടുക്കുന്നതിന് ബാറ്ററിക്കകത്ത് വേണ്ട കെമിക്കൽസ് അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ റിയാക്ഷനിൽ നിന്നാണ് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ചാർജ് കിട്ടുന്നത്. അതേപോലെ ഫ്യൂവൽ സെല്ലിനകത്ത് വേണ്ട ഫ്യൂവൽസ് ദാറ്റ് ഈസ് അതിന് വേണ്ടിയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ആണെങ്കിൽ അത് നമ്മളവിടെ സ്റ്റോർ ചെയ്യില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫ്യൂവൽ സെല്ല് എന്താ, ഹീറ്റ് പ്രൊഡക്ഷൻ മറ്റേയായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാഫൈറ്റ്, പോറസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ആണ് ഇലക്ട്രോഡായിട്ട് എടുത്തേണ്ടത്. അതിനകത്തൊരു പ്ലാറ്റിനം കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും, പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിൻ്റെ ഇടയിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഇവർ തമ്മിൽ ഒരു വയറൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ആനോഡായിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെയും കാഥോഡായിട്ട് ഓക്സിജൻ ഗ്യാസിനെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൂടി ഇലക്ട്രോലൈറ്റിനകത്തേക്ക് വന്നിട്ട് അവിടെ റിയാക്ഷൻ നടന്ന് കറസ്പോണ്ടിങ് വാട്ടർ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. It consists of 2 porous graphite electrode impregnated with a catalyst like platinum. Platinum ഒരു catalyst ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എൻ്റെ രണ്ടിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്യൂവൽ ആയിട്ട് ഹൈഡ്രജൻ ആനോഡിലും ഓക്സിജൻ കാഥോഡിനകത്തും കണ്ടിന്യൂസ് ആയിട്ട് കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് പാസ് ചെയ്യുന്നു അണ്ടർ പ്രഷർ ഓഫ് 50 atmosphere. Thereby bubbles into the alkaline solution through porous electrode. ഇലക്ട്രോണിനകത്തേക്ക് ബബിൾസ് ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന സെൽ റിയാക്ഷൻ അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ആനോഡിനകത്ത് ആരാളുള്ളത്, ആനോഡിനകത്ത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, ഈ സോഡിയം ഹൈഡ്രോക്സൈഡിനകത്തുള്ള ആൽക്കലി OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ ഓക്സിഡേഷൻ ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കുന്നു.
ആ ഇലക്ട്രോൺസിൽ നിന്ന് കാഥോഡിനകത്തുള്ള O2 മൈനസ് അവിടെയുള്ള ആക്വസ് മീഡിയത്തിൽ എടുത്തിട്ട് അഗെയിൻ ഹൈഡ്രോക്സൈഡ് അയോൺ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 ഹൈഡ്രോക്സൈഡ് അയോൺ ജനറേറ്റ് ചെയ്യുന്നു, ഇവിടെ കൺസ്യൂം ചെയ്യുന്നു, ഇവിടെ 4 ഹൈഡ്രോക്സൈഡ് ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് 4 ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസും കട്ട് ചെയ്ത് 4OH കട്ട് ചെയ്ത് ഇവിടെ 4H2 ഉണ്ട്, ഇവിടെ 2H2 ഉണ്ട്. അപ്പം 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നെറ്റ് റിസൾട്ടിൻ്റെ 2H2 പ്ലസ് O2 ഗീസ് 2H2, ഇവിടെ ബാലൻസ് 2H2 ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നു. ഇതിന് നേരെ റിവേഴ്സ് ആയിരുന്നു നമ്മൾ ആദ്യമേ ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് കണ്ടത്. ഇവിടെ എന്തായാലും അവിടെയൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴേക്കും അത് എന്തായിട്ട് മാറുന്നു, ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. ഇവിടെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോൾ ഈ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രജൻ ഓക്സിജനിൽ റിയാക്ട് ദാറ്റ് ഈസ് കമ്പഷൻ റിയാക്ഷൻ ഇക്വലൻ്റ് ആണ്. പക്ഷേ കമ്പഷൻ റിയാക്ഷനകത്ത് എന്താ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഹീറ്റ് ഇല്ല, ഡയറക്റ്റ്ലി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഫ്യൂവൽ സെല്ലിൻ്റെ സെല്ല് EMF എന്ന് പറഞ്ഞാൽ 1.23 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വെച്ചും ആ സെല്ല് കീപ്പ് ഓൺ വർക്കിംഗ് ലോങ് റിയാക്റ്റൻസ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഹൈഡ്രജൻ ഓക്സിജനെ കൂടാതെ ഹൈഡ്രജൻ വരെ ഹൈഡ്രോ കാർബൺസ് യൂസ് ചെയ്യുക, ഓക്സിജൻ ഫ്യൂവൽ സെൽ, അങ്ങനെ ഒരുപാട് ഫ്യൂവൽ സെല്ലുകൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺവെൻഷണൽ എനർജി പ്രൊഡക്ഷനായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ഫ്യൂവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി ഹൈ ആണ്, അറൗണ്ട് 60 to 70% എഫിഷ്യൻസി ഉണ്ടാകുന്ന. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. ഇവിടെ ഡയറക്റ്റ് കമ്പഷനും ഇല്ല, അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത് പ്രൈമറി സോഴ്സ് ഓഫ് പവർ ഇൻ സ്പേസ് പ്രോഗ്രാം, അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനകത്ത് പവറിന് വേണ്ടി ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്മറൈൻസിനകത്ത് വാർഷിപ്പിനകത്തൊക്കെ ഓക്സിലറി സോഴ്സായിട്ട്, പവറിന് ഓക്സിലറി സോഴ്സായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഓട്ടോമൊബൈൽ ഫീൽഡിനകത്തൊക്കെ ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ നമ്മുടെ കൺവെൻഷനായിട്ടുള്ള പെട്രോളും ഡീസലൊക്കെ മാറ്റിയിട്ട് ഫ്യൂവൽ സെല്ല് യൂസ് ചെയ്യാനുള്ള അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു.